ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ശിവായ. നമന ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ജലറാണിയെ വിഹാരികയെ സമുദ്രതൽപ സംരക്ഷികയെ പ്രത്യക്ഷമാംശി. സമുദ്രാംഗന റാണി മത്സ്യകന്യകയെ സമുദ്രതൽപ സംരക്ഷികയെ ജലറാണിയെ വിഹാരികയെ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. സമുദ്രാംഗന റാണി മത്സ്യകന്യകയെ പ്രത്യക്ഷമാംശി. ഓം നമഃ ശിവായ. 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 നീ ഇപ്പോൾ നടത്തിയ സമുദ്രാംഗന പൂജയിൽ സംപ്രീതയായി നാം ഇതാ നിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. പറയൂ വത്സേ, എന്തിനാണ് എന്നെ ഇങ്ങോട്ട് അനയിച്ചത്? നിന്റെ ആവശ്യം എന്തെന്ന് ഉണർത്തിക്കൂ. ജലറാണിയായ എനിക്ക് 30 നിമിഷം മാത്രമേ അന്തരീക്ഷത്തിൽ നിലകൊള്ളാനാവൂ. അതിനുള്ളിൽ നിനക്ക് വേണ്ടത് എന്തു തന്നെയായാലും ചോദിച്ചു കൊള്ളുക. നന്ദിനിയെ നശിപ്പിക്കാനായി എന്താണ് വഴിയെന്ന് അറിയേണ്ടതുണ്ട്. നിനക്കെന്നല്ല, ഈ ലോകത്തിൽ ആർക്കും തന്നെ നന്ദിനിയെ ഇല്ലാതാക്കാനാവില്ല. കാരണം നന്ദിനി ചിരഞ്ജീവിയാണ്. അപ്പോ അവൾക്ക് മരണമില്ലെന്നാണോ അവിടുന്ന് പറയുന്നേ? ശക്തിനാഗമായ നന്ദിനിക്ക് നാശമില്ലെങ്കിലും അവൾ മനുഷ്യരൂപം സ്വീകരിച്ചിരിക്കുന്നതിനാൽ പ്രകൃതി അവൾക്കൊരു അംശത്തെ ശത്രുവായി സൃഷ്ടിച്ചിട്ടുണ്ട്. നന്ദിനിയുടെ ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന അംശം ഏതംശമാണ്? അവളുടെ രക്തബന്ധം. നന്ദിനിയുടെ രക്തബന്ധത്തിലുള്ള ഒരാൾക്ക് മാത്രമേ അവളെ ഇല്ലാതാക്കാനാവൂ. നന്ദിനിക്ക് അങ്ങനെ രക്തബന്ധുക്കൾ ആരും തന്നെ ഇല്ല. അവളുടെ അമ്മ പാർവതി പോലും ഇപ്പൊ ജീവനോടെ ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെ ഈ മാർഗം ഉപയോഗിക്കാനാവും? സാധിക്കും. നന്ദിനിക്ക് കൂടെ പിറപ്പായി ഒരു അനുജത്തിയുണ്ട്. അവൾക്ക് നന്ദിനിയെ ഇല്ലാതാക്കാനുള്ള ശക്തിയുണ്ട്. നന്ദിനിക്ക് ഒരു അനുജത്തി ഉണ്ടെന്നോ? ആരാണ് അവൾ? എവിടെയാണുള്ളത്? പറയ. അവളെ അയ്യോ, നന്ദിനിയുടെ കൂടെ പിറപ്പ് ആരാണെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപേ 30 നിമിഷം കടന്നു പോയല്ലോ. നന്ദിനിയുടെ അനുജത്തി അപ്പൊ ആരായിരിക്കും? അവളിപ്പോ എവിടെയായിരിക്കും?
ഗംഗേ, ഗംഗേ, അരുണേട്ടാ എപ്പോഴാ വന്നേ? ഞാൻ എപ്പോഴാ വന്നെന്ന് പോലും അറിയാതെ ബുക്ക് വായിച്ചോണ്ടിരിക്കുക നീ. അത് പിന്നെ അത് ശക്തിയായിട്ട് കാറ്റടിക്കുന്നത് നീ അറിയുന്നില്ലേ? ഈ ജനലെല്ലാം കാറ്റടിച്ച് കിടന്ന് അടയാണ്. അതൊന്നും അറിയാതെ നീ എന്താ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത്? നന്ദിനോട് പ്രതികാരം ചെയ്യാനുള്ള വാശിയാ നിന്നെ എങ്ങനെ മാറ്റിയേ? ഒക്കെ നിർത്തിക്കോ. നിന്നെ കൂടെ നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. നന്ദിനോട് പകവീട്ടാനുള്ള ചിന്ത വിട്ടേക്ക്. അതൊന്നും നമ്മളെ കൊണ്ടാവുന്നതല്ല. വാ, നമുക്ക് ഇവിടുന്ന് പോവാൻ. ഗംഗേ, എന്നോട് അങ്ങനെ പറയരുത്. ആ നന്ദിനിക്ക് ഒരു അവസാനം കാണാതെ ഞാൻ എങ്ങോട്ടേക്കും വരില്ല. ഏയ്, നീ എന്തെങ്കിലും മനസ്സിലാക്കാതെ സംസാരിക്കുന്നത്? ആ നന്ദിനി നിന്നെ കൊണ്ടൊരു ചുക്കും ചെയ്യാൻ പറ്റില്ലേ ഗംഗേ? നന്ദിനെ കൊല്ലാനുള്ള എന്തെങ്കിലും ഒരു വഴി ഈ നാഗശാസ്ത്ര പുസ്തകത്തിലുണ്ടോ? അതെനിക്ക് ഉറപ്പായിരുന്നേട്ടാ. ഇനി ഒരുപാടൊന്നും വൈകില്ല. നന്ദിനിയുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കാം. ഈ ബുക്കിന്റെ ധൈര്യത്തിലല്ലേ നീ ഇങ്ങനെ സംസാരിക്കുന്നത്? ഇത്രയൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാക്കാതെ പിടിവാശി കാണിക്കുകയല്ലേ? ഇതിനെല്ലാത്തിനും കാരണം ഇവിടെ ഇരിക്കുന്ന അച്ഛൻ അസ്ഥിയല്ലേ? വിടുകെങ്കെ, വിടാനാ പറഞ്ഞ. നിന്നെ കൂടെ പഴിവാങ്ങാൻ കാത്തിരിക്കുന്ന ഈ അസ്ഥി ഇനി ഈ വീട്ടിൽ ഉണ്ടാവരുത്. ഇത് ഞാൻ ഇപ്പൊ തന്നെ കടലൊഴുക്കാൻ പോവാ. ഡ്രൈവർ, ഡ്രൈവർ, തെളിഞ്ഞെടുക്കുക ഇയാള്. ഡ്രൈവർ, ആവശ്യമുള്ളപ്പോ ഒരുത്തരെയും കാണില്ല. ഡ്രൈവർ, വിടാനാ പറഞ്ഞ. പറയുന്ന കേക്ക് വിടാൻ. എന്നെ വിടുകെങ്കെ. നീ എന്തൊക്കെ പറഞ്ഞാൽ ഞാനിത് തരില്ല. ഇവിടെ ഇരുന്നിട്ടല്ലേ മാറാനല്ലേ പറഞ്ഞ. ഗംഗ വിട്. ഗംഗ നിന്നോട് പറഞ്ഞ വിടാൻ. ഗംഗ, ഇതിന് കൈയെടുക്കാൻ. ഗംഗ, അസ്ഥികൾ മഴയിൽ നനഞ്ഞുപോയെന്നോർത്ത് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. എന്തെന്നാൽ ഇത് രാജശേഖരന്റെ അസ്ഥികലശമല്ല. ഞാൻ രാജശേഖരന്റെ അസ്ഥി കടലിൽ ഒഴുക്കി കഴിഞ്ഞു ഗംഗേ. അതുപയോഗിച്ച് നന്ദിനിയെ നശിപ്പിക്കാനുള്ള വഴിയും കണ്ടെത്തി ഞാൻ. അച്ഛന്റെ അസ്ഥിമേൽ തൊട്ട് സത്യം ചെയ്തതല്ലേ? ഇതൊരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതാ. ഞാൻ ഒരിക്കലും നിങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടില്ല. എന്നിട്ടും എന്തിനാ എല്ലാരും എന്റെ മനസ്സ് വേദനിപ്പിക്കുന്നത്? എല്ലാം ഈ കുടുംബത്തിന്റെ നല്ലതിനാ. നീ പൗർണമിക്ക് മുമ്പ് നന്ദിനിയെ കൊല്ലുമെന്ന് ശപഥം ചെയ്തിട്ടല്ലേ പോന്നത്? ആ ശപഥം നിറവേറ്റാൻ ഞാൻ നിന്നെ സഹായിക്കാം. പൗർണമി അവസാനിക്കുന്നതിന് മുമ്പ് നന്ദിനിയെ ഇല്ലാതാക്കാൻ പറ്റും ഗംഗേ.
അതോർത്ത് നീ ഇനി വിഷമിക്കേണ്ട കാര്യമില്ല. വഴി എന്റെ മുമ്പിലുണ്ട്. ഞാൻ ഇനിയും നിങ്ങൾ വിശ്വസിക്കണോ? അവൾ അവസാനിച്ചിരിക്കും. നന്ദിനിയെ ഇല്ലാതാക്കാൻ പറ്റും ഗംഗെ. അതോർത്ത് നീ ഇനി വിഷമിക്കേണ്ട കാര്യമില്ല. വഴി എന്റെ മുമ്പിലുണ്ട്. ഞാൻ ഇനിയും നിങ്ങൾ വിശ്വസിക്കണോ? അവൾ അവസാനിച്ചിരിക്കും. ഇതുവരെ ആ നന്ദിനിയുടെ കാര്യത്തില് തോൽവികളല്ലാതെ മറ്റൊന്നും ഏറ്റുവാങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് മറ്റാരെയും അറിയിക്കില്ല. കാത്തിരുന്നോ. നന്ദിനിയുടെ അവസാനം അടുത്തു കഴിഞ്ഞു ഗംഗെ. നിന്റെ മുന്നിൽ വെച്ച് തന്നെയായിരിക്കും ഞാൻ അവളെ കൊല്ലുന്നത്. ഇത് സംഭവിക്കും. അതിനി അധികം നാളില്ല. നന്ദിനി അവളുടെ അനുജത്തിയെ കൊണ്ട് മാത്രമേ വകവരുത്താനാവൂന്നല്ലേ പറഞ്ഞത്. എവിടെയായിരിക്കും അവളുടെ അനുജത്തി? അവളിലേക്ക് എത്താൻ എന്താ ഒരു മാർഗം? ആ കൂടപ്പിറപ്പിനെ കണ്ടെത്തിയാൽ മാത്രമേ നന്ദിനിക്ക് നാശം സംഭവിക്കൂ. നന്ദിനിയുടെ അതേ രൂപമല്ലേ ഗംഗയ്ക്ക്? ഇനിയൊരു പക്ഷേ ഗംഗയായിരിക്കോ നന്ദിനിയുടെ അനുജത്തി? ഗംഗേ, ഒന്നിങ്ങു വന്നേ. നിനക്ക് കൂടപ്പിറപ്പുകളായിട്ട് ആരെങ്കിലും ഉണ്ടോ ഗംഗെ? എന്തിനാ അതറിയുന്നേ? അല്ല, അറിയാൻ വേണ്ടി ചോദിച്ചതാ ഞാൻ. മാധവി, ഇപ്പൊ അതൊക്കെ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പോവാ? ഗംഗയെ പറ്റിയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലത് തന്നെയല്ലേ? ഗംഗയ്ക്ക് കൂടപ്പറപ്പുകളായിട്ട് ആരുമില്ല. അവളും എന്നെ പോലെ തന്നെ അവളുടെ അച്ഛന്റെ ഒരേ ഒരു മോള. ഗംഗയെ പറ്റി മേലാൽ നിങ്ങൾ ഇനി ഒരു കാര്യവും അന്വേഷിച്ചെന്ന് ഞാൻ അറിയരുത്. ഇനി ഇവളോട് ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് അത് വെച്ച് പുതിയ ഓരോ പദ്ധതികളും ഉണ്ടാക്കി അവളെ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടരുത് നിങ്ങള്. വാ ഗംഗെ. ഞാനൊരു ആവശ്യമില്ലാതെ ഗംഗയെ സംശയിച്ചതാ തെറ്റായത്. നന്ദിനിയും ഗംഗയും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവാൻ സാധ്യതയില്ല. നന്ദിനിയുടെ അനുജത്തി ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ സുകുമാരനോട് പോയി ചോദിക്കും. എന്താ മോളെ, നീ ഇപ്പോഴും ഗംഗ പറഞ്ഞത് ആലോചിച്ച് നടക്ക്. അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. ഗംഗയുടെ മനസ്സ് മാറും മോളെ. അത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ നിനക്കെതിരായിട്ട് സംസാരിക്കുന്ന ഗംഗ നാളെ നിന്നെ സഹായിക്കും. ഞാൻ ഗംഗയെ പറ്റിയല്ല ആലോചിച്ചത്. ഇന്നലെ എന്റെ ശക്തികളൊക്കെ ആരും ഇല്ലാതാക്കാൻ ശ്രമിച്ച പോലെ തോന്നി. അതിന്റെ പിന്നിൽ ആരായിരിക്കും, എന്തിനായിരിക്കും അങ്ങനെ ശ്രമിക്കുന്നത് എന്നായിരുന്നു ആലോചിച്ചത്. മോൾക്കെതിരെ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും നിന്റെ ഉള്ളിലുള്ള ശക്തിയെ ആർക്കും ഇല്ലാതാക്കാൻ പറ്റില്ല. ആവശ്യമില്ലാതെ നീ അതേപ്പറ്റിയൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ധൈര്യമായിരിക്കും മോളെ. മോളുടെ മനസ്സ് നിറയെ സങ്കടമാ. മോളൊന്ന് ഭഗവതി ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് വാ. ഉള്ളിലുള്ള സങ്കടമൊക്കെ അമ്മ മാറ്റിക്കോളൂ. ശരി അച്ഛാ, എന്ന് ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം.
ഞാൻ നിന്നെ കാണാൻ തന്നെ വന്നതാ. ശത്രുവായവൾ എന്തിനന്വേഷിച്ചു വന്നു എന്നുള്ള ആശയക്കുഴപ്പത്തിലാ. ഞാനിപ്പോ നിന്റെ ശത്രുവല്ലെന്ന് ഒന്ന് പറഞ്ഞിട്ട് പോവാൻ വന്നതാ. അങ്ങനെ പറഞ്ഞെന്ന് കരുതി നീ ശത്രു അല്ലാതാകുവോ മാധവി? നീ ചെയ്തതൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല. ഞാൻ ചെയ്തതെല്ലാം രാജശേഖരന് വേണ്ടിയിട്ടാ ചെയ്തേ. അയാൾ ഇല്ലാതായ സ്ഥിതിക്ക് ഞാൻ നന്ദിനിയെ എതിർത്ത് നിൽക്കേണ്ട എന്ത് കാര്യമാണുള്ളത്? ഞാൻ ഇനി നിന്നെ ഒരിക്കലും ഉപദ്രവിക്കില്ല നന്ദിനി. ഈ മാന്ത്രിക വിദ്യയെല്ലാം വിട്ടിട്ട് ശിവനിൽ അലിഞ്ഞു ചേരണമെന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ കയ്യിലിരിക്കുന്ന കാലചക്രം നിനക്ക് തിരികെ തന്നിട്ട് ഞാൻ ചെയ്ത എല്ലാ തെറ്റിനും മാപ്പ് ചോദിച്ച് നമ്മുടെ ഇടയിലുള്ള ശത്രുതയെ ഇല്ലാതാക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശിവതപസ്വിനിയായ നീ പ്രായശ്ചിത്തം എന്നോണം ഇങ്ങനെ മാപ്പ് ചോദിക്കുമ്പോ ശത്രുത മറന്ന് മാപ്പ് തരേണ്ടതാണ് ധർമ്മം. നന്ദിനി, നീ ഇവൾക്ക് മാപ്പ് കൊടുത്താൽ കാട്ടമ്മ നമ്മളോട് ക്ഷമിക്കില്ല മോളെ. കാട്ടമ്മയുടെ സ്വത്തായ കാലചക്രം മാധവി നമുക്ക് തിരികെ തന്നാ പിന്നെ നമ്മളും ഇവരും തമ്മിൽ എന്ത് ശത്രുതയുള്ളത്? ഞാനൊരു രഹസ്യ സങ്കേതത്തിൽ ആ കാലചക്രം മറച്ചു വെച്ചിരിക്കുകയാണ്. നീ എന്റെ കൂടെ വന്നാ ഞാനത് നിനക്ക് തിരികെ തന്നേക്കാം. മാധവിക്ക് തന്നെ ആ കാലചക്രം ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നില്ലേ? ഞാൻ ആ കാലചക്രം എടുക്കുമ്പോഴെല്ലാം മായശക്തി പ്രത്യക്ഷപ്പെടുകയാണ്. ഇതിനു മുമ്പ് നഷ്ടപ്പെട്ടു പോയ കാലചക്രങ്ങൾ പോലെ ഇതും നഷ്ടപ്പെട്ടു പോരുതല്ലോ നന്ദിനി. അതുകൊണ്ടാണ് ഞാൻ കാലചക്രം ഇരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെയും കൂട്ടിന് വിളിച്ചത്. ശരി, പോവാം. നന്ദിനി, ഇവിടെ പറയുന്നൊന്നും വിശ്വസിക്കരുത്. മറ്റെന്തോ പദ്ധതിയുമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഇവൾ ഇങ്ങോട്ട് വന്ന് കാലചക്രം തിരിച്ചേൽപ്പിക്കാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതിനുള്ളിലുള്ള ചതി നമ്മൾ കണ്ടേ മതിയാവും മോളെ. ഇവളുടെ കൂടെ നീ പോകരുത് നന്ദിനി. മാധവിയിലെ മാറ്റം അച്ഛൻ അംഗീകരിക്കുന്നുണ്ടാവില്ല, പക്ഷെ എനിക്കിവരെ വിശ്വാസം. അച്ഛൻ ഇനിയും മാധവി ഇങ്ങനെ സംശയത്തോടെ കാണരുത്. നന്ദിനി, നീയെങ്കിലും എന്റെ മനസ്സ് തിരിച്ചറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. വാ പോവാം. നിന്നെ ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല മാധവി. ഇനിയും എന്നെ കബളിപ്പിക്കാൻ ശ്രമിച്ചാൽ നിന്നെ കൊന്നിട്ടാണെങ്കിലും കാലചക്രം കൈക്കലാക്കാൻ കഴിയുമെന്ന് എനിക്ക് ആത്മവിശ്വാസമുണ്ട്. നന്ദിനി, എന്താ പറ്റിയേ? വാ പോവാം. വാ.